അവിടെ ഒഴിവാക്കി തരണോ? അത് ഒരു ശക്തി എന്നുള്ളതാണ്, അവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും ലോകത്തിന്റെ എല്ലാ ഇതിനും നിയന്ത്രിക്കുന്ന ഒരാള്, ഒരു ശക്തി. അതിന് എങ്ങനെയാണ് ചിലവർ പല രൂപത്തിലും കാണും, ഒരു മനുഷ്യനായിട്ടാണോ? ഞാനത് ഞാൻ ഉദ്ദേശിച്ചും ഇതിൽ അങ്ങനെയാണ്. അതിനെ പറ്റി എന്താ പറഞ്ഞോ? അള്ളാനെ പോലെ ഒന്നുമില്ല, അള്ളാനെ പോലെ ഒന്നുമില്ല. നിങ്ങളെ ഹൃദയത്തിൽ ഉദിക്കുന്ന ഒന്നുപോലെയുമല്ല. ഇങ്ങനെ വിശ്വസിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ അള്ളാനെ പോലെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളെ ഹൃദയത്തിൽ ഉദിക്കുന്ന ഒന്നുപോലെയുമല്ല. പിന്നെ പറഞ്ഞിട്ട് ഓരോന്ന് അള്ളാൻ്റെ നൂറ്, അള്ളാനെ കാണും. കമാ തുറവിനെ ലൈലത്തുൽ ബദരി, 14 രാവിലെ നമ്മൾ സൂര്യനെ ചന്ദ്രനെ കാണുമല്ലോ, എന്നതുപോലെ കാണും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കൽ, അത് യുക്തിവാദമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എന്നോട് അതിനിപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തി ഓനെപ്പറ്റി ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടായി? അപ്പം പറയാം, അത് ഇതുപോലെ ഉണ്ടായി, ഇന്ന ഇത് ഒഴുക്കേന്നുണ്ടായി, മറ്റുണ്ട്. അവസാനം അതിനാണ് നമ്മൾ വിശ്വാസമാണ്. അവസാനം ഈ ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു ശക്തി ഉണ്ട് അല്ലേ? അല്ല അതാണ് അവസാനം നിന്നോട് ചോദിച്ചു, ആ ആളാരാണ് എന്ന് ചോദിക്കുന്നു, ആ ആളെ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയാണ് പറഞ്ഞത്, അവിടെ എത്തിയാൽ നീ നിർത്തിക്കള. കാരണം എന്താണ്, അവലും ആഹ്റും അങ്ങോട്ട് ആർക്കും ആ വിശ്വാസത്തും അടിയുറച്ച് നിൽക്കാൻ നമ്മളോട് പറഞ്ഞത്. കാരണം എന്താണ്, അവന് ആദ്യവും അവസാനവും ഇല്ല. അതെങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ഒരു ഉൾക്കുണ്ടല്ലോ, ഒരു ഉൾക്കയിൽ നിന്ന് ഇങ്ങനെ വിഭിന്നമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ എന്താണ്, ആ ആദ്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ മാങ്ങ മൂത്തത് അണ്ടിയോ മൂത്ത് വയ്ക്കില്ലേ, ആ മാങ്ങ അണ്ടി മൂത്താലും ഏതായാലും അതിനെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ? ഒരു പേൻ ഉണ്ടെങ്കിൽ ആ പേൻ ഉണ്ടാക്കിയ ഒരാളുണ്ടാവും ഇല്ലേ? ആ യുക്തിവാദത്തിൽ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വരുന്ന ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവസാനം അള്ളാഹനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് അതിനെപ്പറ്റി അവിടെ നീ സുഹൃത്താക്കിക്കളാന്ന് പറഞ്ഞു. അങ്ങോട്ട് ആലോചിക്കട്ടെ. പിന്നെ ഒരു ആലോചനക്ക് ബുദ്ധിക്കൊരു അങ്ങോട്ട് അപ്പുറമല്ല. അതന്നെ പറഞ്ഞത്. പിന്നെ അറിവുള്ള ആളുകൾ തന്നെ, അറിവുള്ള നമ്മളെ ഇബാദത്തിലോട്ട് ഏതൊരു വിഷയത്തിലോട്ട് അതിൽ തന്നെ ആലോചിച്ച് കണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ മാനസികമാവുന്ന. കാരണം എന്താണ്, ഇപ്പം എല്ലാത്തിനും ഒരു മധ്യത്തിൽ നിൽക്കണം. ഈ പ്രപഞ്ചത്തിലെ ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. അതിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനെ പറ്റി. അപ്പം നമ്മൾ കൂടുതലാഴ്ചകൾ പറഞ്ഞ മാതിരി തല പിന്നെ നമുക്ക് ഒന്നുകൂടി നബി പറഞ്ഞിട്ടുണ്ടെന്ന്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. എൻ്റെ ശരീരത്തിനെ അറിഞ്ഞാൽ നീ റബ്ബിനെ അറിയും. എൻ്റെ ശരീരത്തിൽ ഈ ദുനിയാവ് മുഴുവൻ കൊള്ളുന്ന, എൻ്റെ ശരീരത്തിൽ ദുനിയാവ് മുഴുവൻ കൊള്ളും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഅബ കണ്ട്, റൗള കണ്ട്, എല്ലാം കണ്ട്, സൗദി അറേബ്യ മുഴുവൻ കണ്ട്, ഒരു സെക്കൻഡിൽ നമ്മൾ ഹൃദയത്തിൽ വരുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ പള്ളി ആലോചിച്ച് നോക്കുകയാണ്, ആ പള്ളിൻ്റെ ഓരോ ജനലുകൾ ഒന്നില്ലേ, ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ കണ്ട് വരിക. കാരണം ഇത് ഇത്രക്കും പവറുള്ള ഒരു സാധനം എനിക്ക് തന്നിട്ട് അള്ളാഹ് പറയണം, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഇത് കൊടുക്കാത്തോലില്ലേ, നമ്മൾ ഇത്ര ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചവനെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മേലുള്ളൊരു ശക്തി ഉണ്ടെന്ന്. അത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കാണുന്നില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്ന. ഇപ്പോൾ കൊറോണ ഉണ്ടായപ്പോൾ എല്ലാവരും വിശ്വസിച്ചില്ലേ, കയ്യും ഇതൊക്കെ കേൾക്കണമെന്ന് നബി പഠിപ്പിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മളെ കയ്യുമ്മൽ കാസ്റ്റാണ് അതാണ് വയ്ക്കൂലേ? ഇല്ല, ചില അണുക്കൾ എന്ത് ചെയ്യണം, ആ പോകേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒന്നെടുക്കുമ്പോൾ ഈ പരിപൂർണ്ണമായിട്ട് ഒന്നെടുക്കാമെന്നാണല്ലോ, കൈ കഴുകുമ്പം ആ കയ്യിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുമ്പോൾ അതിൽ കൂടെ ചെറുദോഷം ഒലിച്ചു പോകുന്ന അറിയുന്നുണ്ട്. എവിടെ കാണുന്നുണ്ടോ? യുക്തിക്ക് ചിന്തിച്ചാവുന്നില്ല. എന്നപോലെ ഈച്ച ചാടിയാൽ എന്ത് ചെയ്യണം, മുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പം വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പോൾ എന്നപോലെ യുക്തിക്കാൻ അത് നമുക്ക് നബി പഠിപ്പിച്ച് തന്നെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ പുട്ടം കിട്ടൂല. നമ്മളെ വിശ്വസിക്കാൻ വേണം. വിശ്വസിക്കണം, അതാണ് അതല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും മറ്റേ, കാരണം അതിന്റെ അങ്ങോട്ട് നോളജിക്ക് നമുക്ക് എത്തിയിട്ടില്ല. നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ചില ആൾക്കാർ അദൃശ്യമായി കഴിവ് ഞമ്മക്ക് കഴിയാത്ത കോൽക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടാണല്ലോ, അതിന് അമാനുഷികത അറിയും. മനുഷ്യന്മാരെ കഴിവിന് പറ്റാത്തത്, മനുഷ്യന്മാരെ കഴിവിന് പറ്റാത്തതും കഴിവിന് പറ്റുന്നതും ഒക്കെ പഠിപ്പിച്ചത് അള്ളയാണ്. ഇപ്പോൾ ഒരു വടിയിട്ടാൽ പാമ്പാ കറി ഉണ്ടല്ലോ, അത് മൂസാ നബിൻ്റെ കറാമത്താണെങ്കിൽ ആ കറാമത്ത് അതിന് കാരണമുണ്ട്. എന്താ കാര്യം? അത് എല്ലാം അള്ള കൊടുക്കണേ, കറാമത്തും അല്ലാത്തതും
ഇപ്പം നമുക്ക് ഞാനും നിങ്ങളുടെ വർത്താനം പറയണത് അത് അള്ളാഹ് തരുന്നതാണെന്ന് വിശ്വസിക്കണം. അമാനുഷികമായിട്ടുള്ള അതും അള്ള കൊടുക്കണം അത് സ്വന്തം കഴിവാണ് വിശ്വസിച്ച മുശ്രിക്കായി. രാഹുല ഗോത്ര നമ്മൾ പറയില്ലേ കഴിവും ശക്തി ഇല്ലാന്ന് ഇല്ല. കഴിയൂല അതല്ലേ അപ്പപ്പോൾ സൃഷ്ടിക്കണം. അത് അപ്പപ്പോൾ സൃഷ്ടിക്കണതാണ് ആ വിശ്വാസം ഉണ്ടാവണം. അത് നോക്കണ്ട.